മൂന്നിരട്ടിണ്ടാകുക. അതില്ല. സ്ത്രീകളുടെ പ്രത്യേകത എല്ലാ സ്ഥലത്തും നബിതങ്ങളും പറഞ്ഞില്ലേ, ഞാനൊരു സ്ഥലത്ത് പോയി നോക്കി, അവിടെയും കൂടുതലുള്ളത് സ്ത്രീകളാണ്. അതെവിടാ? നരകത്തില്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ പെണ്ണുങ്ങളെ അള്ളാഹു കാക്കട്ടെ. അതെന്താ അങ്ങനെയാവാൻ ഞാൻ ആലോചിച്ചാതാ. വഅലിന്റെ സദസ്സുകളിലൊക്കെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എങ്കിൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് പുരുഷന്മാരല്ലേ? പിന്നെ എങ്ങനെ സ്ത്രീകൾ തന്നെ നരകത്തിൽ കൂടുതലായി? അതാ മനസ്സിലാക്കേണ്ടത്. ബായാറ് ജാറം മൊറോസ് ഉണ്ടാകുമ്പോൾ സ്ത്രീകളാണ് കൂടുതൽ. ഉപ്പളയിലൊരു സർക്കസ് വന്നാൽ അവിടെയും പെണ്ണുങ്ങളാണ് കൂടുതൽ. ആണുങ്ങൾക്ക് സമയമല്ല. കാസർഗോഡങ്ങാടിയുള്ളൊരു സർക്കസ് വന്നാൽ സുബ്ഹാനല്ലാഹ്, അസർ നിസ്കാരമില്ല, മഗ്‌രിബില്ല, ഇശാ ഇല്ല. അതിന്റെ മുമ്പേ വന്ന് ലൈൻ നിന്നിട്ട് ടിക്കറ്റ് എടുത്ത് പാതിരാ സമയത്ത് തിരിച്ചു പോകുന്ന നൂറുകണക്കിന് സഹോദരിമാർ. അവര് തന്നെ ഇപ്പൊ പറയുന്നത് അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങൾ വരെ വിജയിക്കുന്നത് പർദ്ദയും മഫ്തയും ധരിച്ച പെണ്ണുങ്ങളെ കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടുത്തെ പെണ്ണുങ്ങൾ പോകുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഉറൂസിന് വരുന്ന അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാഇന്റെ ഹദറത്തിലേക്ക് വരുന്നത് പോലെ അല്ല മക്കളെ. അതേ സഹോദരിമാര് സർക്കസിന് പോവുകയാ, അതേ സഹോദരിമാര് അമ്പലങ്ങളിലുള്ള ഉത്സവത്തിന് പോവുകയാ. അവര് തന്നെയാണ് നരകത്തിലേക്ക് പോവുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ ഭാഗം ഞാൻ വിടുക, അവർ നന്നാവാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ നമ്മൾ ദുആ, റഹ്മാനായ റബ്ബേ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ ലില്ലദീന ആമനൂ, ഒരു സത്യവിശ്വാസിയോടും ഞങ്ങളെ മനസ്സിൽ അല്ലാഹുവേ ചൊടിയുണ്ടാവരുതേ റബ്ബേ. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾ ഇരുന്ന് ചിന്തിക്കണം. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരൊന്ന് ചിന്തിക്കണം. മോളെ, നല്ല കൽബുമായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നവരാരോ അവർക്കല്ലാതെ സിറാത്തുൽ മുസ്തഖീം കടന്ന് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയില്ല. അവർക്ക് മാത്രമേ കഴിയൂ. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്പമെങ്കിലും അഹങ്കാരം നിന്റെ കൽബിന്റെ ഉള്ളിൽ പറ്റി പിടിച്ചു പോയോ, ആ ശരീരം ലാ തദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന. അല്പമെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. അഹങ്കാരമാണ് മോനെ. നിന്റെ പിതാവിനെ വിട്ടെറിഞ്ഞുകൊണ്ട് പിതാവിനോട് ചൊടിയിൽ കടിയുന്ന ചെറുപ്പക്കാരൻ 18-19 വയസ്സാകുന്നത് വരെ കാത്തുനിന്ന് 18 വയസ്സ് പൂർണ്ണമായപ്പോൾ കണ്ട കാമുകന്മാരുടെ പിന്നാലെ, സ്വന്തം മതത്തിലുള്ളവർ പോലുമല്ല ആ കാമുകന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയ 18 വയസ്സായ പെൺകുട്ടിയില്ലേ ഈ നാട്ടിൽ? പിടിച്ചുകൊണ്ടുവന്ന് കോടതിയിൽ നിർത്തിയിട്ട് 10 മാസക്കാലം വയറ്റിൽ കൊണ്ടു നടന്ന് വേദനയോടുകൂടി പ്രസവിച്ച ആ ഉമ്മ വർഷങ്ങളോളം ആ പെൺകുട്ടിക്ക് വേണ്ടി പൊട്ടിക്കരയുകയും ഉറക്കൊഴിയുകയും ചെയ്ത് കഷ്ടപ്പെട്ട ആ മാതാവില്ലേ, സുബ്ഹാനല്ലാഹ്, ആ മാതാവിന്റെ മുമ്പിൽ വെച്ച് ആ മാതാവിന്റെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ കാമുകന്റെ കൂടെ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടികളുണ്ടോ ഇവിടെ? എങ്കിൽ മോളെ, വർഷങ്ങളോളം പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ട് പുഴ ഒഴുകിപ്പോയാൽ പോലും മോളെ, സ്വർഗത്തിന്റെ കവാടം നിനക്ക് തുറക്കപ്പെടാൻ പോകുന്നില്ല. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, വാപ്പാന്റെ പൊരുത്തമില്ലാതെ, അവരെ ഇഷ്ടമില്ലാതെ ഒരു മക്കൾക്കും സ്വർഗം തുറക്കപ്പെടുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്പക്കാരനില്ലേ ഇവിടെ?
ചെറുപ്പക്കാരില്ലേ ഇവിടെ, ഏതോ പെണ്ണുങ്ങളെ പോയിട്ട് സ്നേഹിച്ചു. പിതാവ് മുടക്കി പുടക്ക് പറഞ്ഞപ്പോൾ, പിതാവ് അനുവദിക്കാതിരുന്നപ്പോൾ പിതാവിനെയും മാതാവിനെയും തനിച്ചാക്കി അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം ചെയ്ത് ആ പെണ്ണിന്റെ വീട്ടിൽ കഴിയുന്ന ചെറുപ്പക്കാരനില്ലേ ഇവിടെ, നിന്റെ മാതാവ് എവിടെ പോയടോ, നിന്റെ പിതാവ് എവിടെ പോയടോ? നിനക്ക് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട മാതാവിനെ പിതാവിനെ ഒഴിവാക്കിയിട്ട് നീ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ച് നീ എത്ര നല്ലവനായാലും അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, നിന്റെ പിതാവല്ല മോനെ നീ കിടക്കേണ്ട സ്വർഗ്ഗത്തിന്റെ നടുവിലെ കവാടമെന്ന് പഠിപ്പിച്ച ഹബീബ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്തി, മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗ്ഗമെന്ന് പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ കൽപ്പനകളും ആ പ്രവാചകന്റെ പാഠങ്ങളുമെല്ലാം ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ലോഡ്ജിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാടകയ്ക്കുള്ള വീടുകളിലും താമസിച്ച് മാതാവിനെ പിതാവിനെ ഒഴിവാക്കിയ ചെറുപ്പക്കാരനുണ്ടോ ഇവിടെ? എങ്കിൽ മോനെ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ ആ പിതാവിന്റെ മാതാവിന്റെ പൊരുത്തമില്ലാതെ അവരെ സന്തോഷമില്ലാതെ നീ എങ്ങാനും മരിച്ചു പോയാൽ എടോ, സിറാത്ത് കടിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്തേ നമുക്ക് പറ്റിയത്? ലൈസ ഫീ ഖുലൂബിഹിം ശൈഉം മിനർ റഹ്മ. ഈ കാലത്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളിൽ ആരോടും മനസ്സിന്റെ ഉള്ളിൽ ആരോടും സ്നേഹമില്ല. അങ്ങനത്തെ ചില ജന്തുക്കൾ കണ്ട മനുഷ്യരാണ്. നിങ്ങളെ ബായാറിലല്ലേ മൻസൂർ അലി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തപ്പെട്ടത്? അല്ലേ ഇവിടുന്നല്ലേ, ഇവിടെ ഇടുന്നല്ലേ കൊന്നത്? ഞങ്ങളെ നാട്ടുകാരൻ ഇവിടെ തളങ്കരയിൽ മൻസൂർ അലി. എന്തേ അവൻ ചെയ്ത തെറ്റ്? എന്ത് തെറ്റ് ചെയ്തിട്ട് ആ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്? ഒന്നുമില്ല. സമ്പത്തിന് വേണ്ടിയല്ലേ, സ്വർണമുണ്ടെന്ന് വിചാരിച്ച് പണമുണ്ടെന്ന് വിചാരിച്ച് എത്ര ക്രൂരമായിട്ട് അടിച്ച് തല പൊട്ടിച്ച് തലച്ചോറ് പോലും തെറിച്ചുപോയി. കൊലപ്പെടുത്തിയിട്ട് ഒരു മൃഗത്തിന്റെ കാരുണ്യം പോലും കാണിക്കാതെ കിണറ്റിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ട് നന്നായിട്ട് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യില്ല. ക്രൂരമായ ക്രിമിനൽ മനസ്സുള്ള, മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമെന്തെന്നറിയാത്ത വൃത്തികെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാര് അവസാന കാലത്ത് ജീവിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അത് ഒരു ഉദാഹരണം മാത്രമാ. സ്വന്തം വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 2 വയസ്സുള്ള പെൺകിടാവിനെ തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള 35 വയസ്സുള്ള സെബാസ്റ്റ്യൻ എന്ന മനുഷ്യൻ നടന്നു പോകുമ്പോൾ 2 വയസ്സുള്ള കിടാവിനെ എടുത്തുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി വെട്ടി നുറുക്കിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് പുഴയിൽ തള്ളാൻ മാത്രം മനസ്സ് ക്രൂരമായ മൃഗങ്ങളെക്കാൾ അതപ്പച്ച മനുഷ്യൻ ലോകത്ത് ജീവിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. 60 വയസ്സായ ഒരു ഉമ്മയെ 1.5 പവനുള്ള ഒരു സ്വർണത്തിന്റെ മാലയ്ക്ക് വേണ്ടിയാ സുബ്ഹാനല്ലാഹ് രാത്രിയിൽ വീട്ടിൽ കയറിയിട്ട് കൊലപ്പെടുത്തിയത്. കൊന്നിട്ട് പുറത്തു തള്ളി 1.5 പവനുള്ള സ്വർണത്തിന്റെ മാലയ്ക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ യാതൊരു സ്നേഹവും കാരുണ്യവുമില്ലാത്ത മനുഷ്യന്മാര് ജീവിക്കുന്ന കാലമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.